ഹായ് ഹലോ നമസ്കാരം. ചടയമംഗലം KSRTC ഡിപ്പോയിൽ നിന്ന് ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഗവി, അടവി, പരുന്തുംപാറ എന്നീ സ്ഥലങ്ങളിലേക്ക് പോയ കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5:30 ആയപ്പോൾ ഇറങ്ങി. ഞാൻ എൻ്റെ ഫ്രണ്ട് ഭാഗ്യയും കൂടെയാണ് പോയത്. ഭാഗ്യയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു. ഗവി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓടി വരുന്നത് നമ്മുടെ ഓർഡിനറി സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഗവി പോകുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഓർഡിനറി ബസ്സിൽ തന്നെ പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ KSRTC ബസ്സിലെ യാത്ര എങ്ങനെ ആയിരിക്കും എന്നൊക്കെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങള്. നമ്മുടെ കൂടെയുള്ള ആൾക്കാരെയൊന്നും നമുക്കറിയത്തില്ല. അതുപോലെ നമ്മള് സാധാരണ ഒരു KSRTC ബസ്സിൽ കയറിയാൽ അതിനകത്തൊരു കണ്ടക്ടർ കാണും, ഒരു ഡ്രൈവർ കാണും. അപ്പൊ അവരൊക്കെ ഒരു പ്രത്യേക സ്വഭാവക്കാരായിട്ടാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് വളരെ നല്ല ഒരു അനുഭവമായിരുന്നു ഈ നമ്മുടെ KSRTCയിലെ ഈ ടൂർ എന്ന് പറയുന്നത്. എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വളരെ നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു യാത്രയായിരുന്നു ഇത്. ഞങ്ങള് കോന്നിയിൽ ചെന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് രാവിലത്തെ. അവിടെ ഒരു സിംല ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു. എല്ലാവരും അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരുന്നു. ബീഫ് ഫ്രൈയും ചപ്പാത്തിയായിരുന്നു ഞങ്ങൾ കൊണ്ടുപോയത്. അപ്പം ബീഫ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു വീഡിയോയും കൂടെ ഞാൻ അതിനകത്ത് ഇടുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണിത്. നമ്മള് ബീഫും അതുപോലെ പൊടി ഐറ്റംസുകൾ, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ നമ്മുടെ കുക്കറിനകത്തോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 വിസിൽ അടിച്ചെടുക്കുക. ഈ ബീഫ് ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ഇതിനോട് വറുത്ത് ചേർക്കുന്നുണ്ട്. ഈ തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ചെറുതീയിൽ കിടന്നിട്ട് ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 1 കിലോ ബീഫുണ്ട്. അപ്പോൾ 2 സവാളയുടെ ആവശ്യമേ വരുന്നുള്ളൂ. ഇപ്പം ബീഫ് ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്, പശുവിൻ്റെ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടൂറിലേക്ക് തന്നെ തിരിച്ചു പോവാം. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവര് ആണ് ഇവരൊക്കെ. എല്ലാവരും ഗവൺമെന്റ് സർവീസിലുണ്ടായിരുന്നവരും വിരമിച്ചവരും ഇപ്പോഴും നിലവിൽ ജോലിയുള്ളവരും ഒക്കെയാണ് എല്ലാവരും. ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പരസ്പരം ഞങ്ങൾ അറിയുന്നവർ വളരെ കുറച്ച് പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. എങ്കിലും ഞങ്ങൾ ഈ ടൂർ അവസാനിക്കുമ്പോൾ ഒരു ഫാമിലി ആയിട്ടാണ് നമ്മൾ പിരിഞ്ഞത്. ചുരുക്കി പറഞ്ഞ അതിമനോഹരമായൊരു ടൂർ തന്നെയായിരുന്നു ഞങ്ങളുടെ ഈ KSRTCയുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ടൂർ കോർഡിനേറ്റർ ആയാലും നമ്മുടെ സാരഥി ആയാലും എല്ലാവരും വളരെ എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. അത്രയ്ക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല സഹകരണമായിരുന്നു, നല്ല സന്തോഷവും നല്ല ഐക്യത്തോടെ നല്ല രസകരമായ ഒരു യാത്രയായിരുന്നു ഞങ്ങളുടെ ഗവി ട്രിപ്പ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ അടുത്തും ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്, നിങ്ങൾ KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം കറക്റ്റ് ഉപയോഗപ്പെടുത്തണമെന്നാണ്. ഞങ്ങൾ 2 ഫുഡ് കൊണ്ടുവന്ന് കഴിച്ചതുകൊണ്ട് ഞങ്ങളൊരു കട്ടൻ ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുട്ടവഞ്ചിക്ക് എങ്ങനെ പോവും ഈ മഴയത്തെന്നൊക്കെ പറഞ്ഞ്. എന്തായാലും ഞങ്ങൾ വീണ്ടും തിരിച്ച് ബസ്സിൽ കയറി. കുട്ടവഞ്ചി സഫാരി നടക്കുന്നത് അടവി എക്കോ ടൂറിസം സെന്ററിലാണ് കേട്ടോ. അടവി എക്കോ ടൂറിസം സെന്റർ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ്. കുട്ടവഞ്ചി സഫാരി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് കുട്ടവഞ്ചി സഫാരിക്ക് പോകുന്നത്. അതിമനോഹരമായ പ്രകൃതി കനിഞ്ഞു നൽകിയ വനത്തിന് ഇടയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പത്തനംതിട്ടയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ആണ് അടവിയിലേക്കുള്ള ദൂരം. കാട്ടിലൂടെയുള്ള ഈ യാത്ര ഒരു വല്ലാത്ത വൈബാണ് കേട്ടോ. അതിമനോഹരമായ കാടാണ്. പ്രകൃതി കനിഞ്ഞു നൽകിയ വരദാനം എന്നൊക്കെ പറയുന്നത് പോലെ അതിമനോഹരമായ കാടിനുള്ളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ടൂർ കോർഡിനേറ്റർ ജയകുമാർ സാറ്. ജയകുമാർ സാറാണെങ്കിലും അതുപോലെ തന്നെ ആയിരുന്നു. ഒരു ടൂർ കോർഡിനേറ്റർ എന്നുപരി നമ്മുടെ കൂടെ തന്നെ നിന്ന് എല്ലാത്തിനും നമ്മുടെ കൂടെ തന്നെ നിന്ന് എൻജോയ് ചെയ്യുകയും നമ്മളെ എല്ലാത്തിനും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്ത് നമ്മുടെ ടൂർ അടിപൊളിയാക്കിയതിൽ പുള്ളിക്ക് വളരെ അധികം ഒരു പങ്കുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് പാസ് എടുത്തിട്ട് വേണം താഴേക്ക് പോകാൻ. ഒരു കുട്ടവഞ്ചിയിൽ 4 പേരും ഒരു കുട്ടിയുമാണ് അവർ അലോ ചെയ്യുന്നത്. ടിക്കറ്റ് നമ്മളല്ല കേട്ടോ എടുത്തത്, അത് നമ്മുടെ ടൂർ പാക്കേജിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ റേറ്റ് എത്രയാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. ഒരു 600 രൂപയാങ്ങാണ്ടാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇവിടെ അടവി എക്കോ ടൂറിസം കേന്ദ്രത്തിനെ കുറിച്ച് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുട്ടവഞ്ചിയിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ചെറിയ കുട്ടകളൊക്കെ ഇവിടെ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ ഉണ്ട്. വനവിഭവങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഇത്. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് വേണം കേട്ടോ ഇതിൽ കയറാൻ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും പോയി ലൈഫ് ജാക്കറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടു. ഇങ്ങനെ കുട്ടവഞ്ചിയിലേക്ക് കയറുകയാണ് ഓരോരുത്തരായിട്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ ഇവിടെ. ഈ വെള്ളത്തിനടിയിൽ ഇങ്ങനെ ഉരുളൻ കല്ലുകളൊക്കെ കിടക്കുന്നത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അതിമനോഹരമായ അനുഭവം തന്നെയാണ് കേട്ടോ ഈ കുട്ടവഞ്ചി സവാരി എന്ന് പറയുന്നത്. നിങ്ങളിത് ലൈഫിൽ ഒരു തവണയെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. വീഡിയോ കാണുന്ന പോലൊന്നും അല്ല കേട്ടോ, അവിടെ ചെന്നാൽ നമുക്കൊരു വല്ലാത്ത വൈബാണ്. വല്ലാത്ത ഒരു രസകരമായ ഒരു സംഭവമുണ്ട് ഇതിനകത്ത്. അതായത് നമ്മളെ ഈ പുഴയുടെ നടുക്ക് കൊണ്ട് ചെന്നിട്ട് നമ്മളോട് ഈ തുഴയുന്ന ആള് ചോദിക്കും,
ഇത് കുട്ട കറക്കണമെന്ന് ചോദിക്കും. നിങ്ങൾ ഉറപ്പായിട്ടും കറക്കണമെന്ന് തന്നെ പറയണം. കാരണം അതൊരു വെട്ടിക്കെട്ട അനുഭവമാണ് കേട്ടോ. കുട്ടവഞ്ചി സവാരിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറി. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഗവിയിലേക്കാണ്. ഗവിയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.